പെരിയാർ നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ കൈവരി തകർന്നത് താൽക്കാലികമായി കമ്പി ഉപയോഗിച്ച് കെട്ടി ഗ്രാമപഞ്ചായത്ത്. ഇതോടൊപ്പം തന്നെ LP സ്കൂളിൽ നിന്നും ഇറങ്ങിവരുന്ന അപകടകരമായ കുഴിക്ക് കുറുകെ നെറ്റ് വലിച്ചു കെട്ടുകയും ചെയ്തിട്ടുണ്ട്. ശാശ്വത പരിഹാരം ഒന്നും തന്നെ ആയിട്ടില്ല എങ്കിലും ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. റെയിൻബോ ടിവിയുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അധികൃതർ നടപടി എടുത്തത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Krishnamal Institute of Paramedical, Alli Nagaram, Theni. For admissions, 9894584876. കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാറിലെ പഴയ പാലത്തിന്റെ കൈവരികൾ തകർന്നത്. കാൽനട യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും അപകടം സംഭവിക്കാൻ സാധ്യതയേറെയാണെന്ന വാർത്ത റെയിൻബോ TV നൽകുന്നത്. ഇതോടൊപ്പം തന്നെ വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും കുട്ടികളുമായി ഇറങ്ങിവരുന്ന ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയാണെന്ന വാർത്തയും നൽകിയിരുന്നു. ശാശ്വത പരിഹാരം ഉണ്ടായില്ല, പക്ഷേ നടപടി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പെരിയാർ നദിക്ക് കുറുകെയുള്ള പാലത്തിന്റെ കൈവരി തകർന്നത് കമ്പി ഉപയോഗിച്ച് കെട്ടുകയും ഒരു പരിധിവരെ അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലും എടുത്തിട്ടുണ്ട്. പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും നന്നാക്കുന്നതിന് ഗ്രാമപഞ്ചായത്തിന് ഇടപെടൽ നടത്താൻ കഴിയില്ല. കാരണം ഇത് ദേശീയപാതയുടെ അധീനതയിലാണ്. ഇതുകൊണ്ട് തന്നെ താൽക്കാലിക പരിഹാരം എന്നതിനു വേണ്ടി മാത്രമാണ് കമ്പി ഉപയോഗിച്ച് കൈവരികൾ കെട്ടിവച്ചിരിക്കുന്നത്. ഇതോടൊപ്പമാണ് വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നും കുട്ടികളുമായി ഇറങ്ങിവരുന്ന വഴിയുടെ താഴ്വശത്തായി നിർമ്മാണം ആരംഭിക്കുന്ന അംഗൻവാടിയുടെ കെട്ടിടത്തിന് വേണ്ടി മണ്ണ് എടുത്തുമാറ്റവേ വലിയ കുഴി രൂപപ്പെട്ടത്. ഉടനടി തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് നെറ്റ് വലിച്ചു കെട്ടുകയും ചെയ്തിട്ടുണ്ട്. റെയിൻബോ TV ചൂണ്ടിക്കാണിച്ച 2 പ്രശ്നങ്ങൾക്കും താൽക്കാലിക പരിഹാരം കാണുകയും ചെയ്തിട്ടുണ്ട്. ഇതേസമയം ചരിത്ര പ്രാധാന്യമുള്ള പാലത്തിന്റെ കൈവരികൾ പൂർണ്ണമായും ദേശീയപാതയുടെ നേതൃത്വത്തിൽ നന്നാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.